ഹലോ, ഇന്ന് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഞാനങ്ങ് തുടങ്ങുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് വിശേഷങ്ങളും ഡിന്നർ വിശേഷങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. പിന്നെ അതിൻ്റെ ഇടസമയത്തുള്ള കഴിക്കലും എല്ലാ വിശേഷങ്ങളും ചേർന്നിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കഴിച്ച എൻ്റെ മീൽസ്. അപ്പോൾ ഏറ്റവും ആദ്യം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ റെഡിയാക്കിയിരുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി എന്ന് പറയുമ്പോഴത്തേനും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റെസിപ്പി വീഡിയോ ഇട്ടിരുന്നു, എൻ്റെ വീറ്റ് അടയുടെ റെസിപ്പി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് റെഡിയാക്കിയ ചപ്പാത്തിയുടെ മാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ, നല്ല വെട്ടി തിളച്ച ചൂടുവെള്ളത്തിലേക്കാണ് നമ്മൾ ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഉരുട്ടി ചപ്പാത്തി റെഡിയാക്കിയത്. അതുകൊണ്ട് തന്നെ ചപ്പാത്തി എന്ന് പറയുന്നത് എക്സ്ട്രാ സോഫ്റ്റാണ്. അറിയാമല്ലോ, നമ്മൾ പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്നതും നോർമൽ വാട്ടറിൽ കുഴയ്ക്കുന്നതും ഇളം ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്നതും വെട്ടിത്തിളച്ച ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുമ്പോഴും നമ്മുടെ ചപ്പാത്തി മാവിൽ വരുന്ന ആ ഒരു ടെക്സ്ചർ, ആ ഒരു ഡിഫറൻസ് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയായിരുന്നു. അതുകൊണ്ട് കഴിക്കാൻ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചപ്പാത്തിയുടെ കൂടെ ഇന്ന് ചിക്കൻ കറിയാണ്. എന്നത്തെയും പോലത്തെ നോർമൽ ചിക്കൻ കറിയല്ല, ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം സാധാ രീതിയിൽ വെച്ച ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ കറിയാണ്. അതൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു, അടിപൊളിയാണ്. ആ ഒരു ചിക്കൻ കറി കഴിക്കുമ്പോൾ നമുക്ക് ആ ചിക്കൻ പീസസൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചായയുമാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഇതെന്ന് പറയുന്നത് നല്ല തിളച്ച ചൂടുവെള്ളത്തിലിട്ട് കുഴച്ചെടുത്ത ചപ്പാത്തി മാവും അതുപോലെ തന്നെ പിന്നെ നല്ല ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ കറിയും, ഫ്രൈ ചെയ്തതിന് ശേഷം കറി വെച്ച ചിക്കൻ കറിയും, രണ്ടും ഒരു സ്പെഷ്യൽ ഐറ്റംസ്, രണ്ടും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നത്തേതിലും ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടിനും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫ്രൂട്ടായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫ്രൂട്ടായിട്ട് കുറച്ച് വാട്ടർമെലൺ കട്ട് ചെയ്തിട്ട് നമ്മൾ കഴിച്ചു. പിന്നീട് നമുക്ക് ഇന്നെന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള നാടൻ ഉച്ചയൂണാണ്. എന്നാന്ന് വെച്ചാൽ ഇക്ക ഓഫീസിൽ പോയി. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ്, എനിക്കും പിള്ളേർക്കും വേണ്ടിയിട്ടുള്ള ചോറും കറിയുമാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്ന് റെഡിയാക്കുന്നത് മുരിങ്ങയ്ക്കായും തക്കാളിയും ഉണക്ക ചെമ്മീനും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു തേങ്ങ അരച്ച കറിയും അതുപോലെ തന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയുമാണ് ഇന്ന് കറിയായിട്ട്. വെജിറ്റബിളായിട്ട് ഇന്ന് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ തക്കാളിയും കുറച്ച് കൂടുതൽ മുരിങ്ങക്കോലും കുറച്ച് കൂടുതൽ ഉണക്കച്ചെമ്മീനും ഒക്കെ ഇട്ടിട്ടുള്ള എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കറി. അപ്പോൾ ഇത് വയ്ക്കാൻ ഭയങ്കര ഈസിയാണല്ലോ. ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്തു, മുരിങ്ങയ്ക്കായും അതുപോലെ തന്നെ തക്കാളിയും ഉണക്കച്ചെമ്മീനും കൂടി നല്ല ചൂടുവെള്ളത്തിൽ കുറേ നേരം വേവിച്ചതിന് ശേഷം പച്ചത്തേങ്ങ, ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കുറച്ച് കൊച്ചുള്ളിയും ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, തേങ്ങ അരച്ച് ചേർത്തു, ലാസ്റ്റ് താളിച്ചൂറ്റി. വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ്, പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ, ഈ കറി ഉണ്ടാക്കുന്ന ദിവസം നമ്മൾ വയററിയാതെ ചോറുണ്ണും. അതായത് എന്നും നമുക്ക് ചോറുണ്ണുന്നതിന് ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷേ ഈ ഒരു കറിയൊക്കെ വെക്കുന്ന ദിവസങ്ങളിൽ നമ്മളതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ചോറ് കഴിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ കറി വെക്കുന്ന ദിവസങ്ങളിൽ സംഭവിക്കാറുണ്ട്. പിന്നെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഒരുപാട് കാര്യമായിട്ടുള്ള സ്പെഷ്യലൊന്നും ഇല്ല. എനിക്ക് ഈ ഒരു തേങ്ങ അരച്ച കറിയൊക്കെ ഉണ്ടല്ലോ, അതുള്ളപ്പോൾ കുറച്ചൊരു 1-2 പീസ് ഉണക്കമീൻ കൂട്ടാൻ തോന്നും. അങ്ങനെ മത്തിയായിരുന്നു, ഉണക്ക മത്തി ഫ്രൈ ചെയ്തതും പിന്നെ 2-3 വിളമീൻ ഫ്രൈ ചെയ്തതും പിന്നെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയും പിന്നെ പപ്പടവും നല്ല ചൂട് ചോറ് കാസ്ട്രോളിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ തനി നാടൻ ഉച്ചയൂണ്. അപ്പോൾ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചൂട് ചോറ് വിളമ്പി. പിന്നെ അതിലേക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കറി, നമ്മൾ മുരിങ്ങക്കോലും അതുപോലെ തന്നെ ടൊമാറ്റോയും ഉണക്കച്ചെമ്മീനും ചേർത്തിട്ടാണല്ലോ ഈ ഒരു തേങ്ങ അരച്ച കറി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് നമുക്ക് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ചക്കക്കുരു ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ചേർക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ പച്ചമാങ്ങയും അതുപോലെ തന്നെ ചക്കക്കുരു ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, തക്കാളിയും മുരിങ്ങയ്ക്കായും ഉണക്കച്ചെമ്മീനും ചേർത്തിട്ട് ഞാൻ
ഈ ഒരു എന്താണ് ഐറ്റം റെഡിയാക്കി. പിന്നെ നമ്മൾ ഉണക്കച്ചെമ്മീനുണ്ടല്ലോ, ഉണക്കച്ചെമ്മീന് പകരം പച്ചച്ചെമ്മീൻ ഫ്രഷ് ആയിട്ടുള്ള പ്രോൺസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി ടേസ്റ്റാണ്. അപ്പം ഇതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ, ഒരു സിമ്പിളായിട്ടുള്ള ഒരു 5 മിനിറ്റ്സിൽ വയ്ക്കാൻ പറ്റുന്ന കറിയാണല്ലോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, നമ്മുടെ ഫ്രഷ് പ്രോൺസൊക്കെ വെച്ചിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ കുക്കിങ്ങിലേക്ക് പുതിയതായിട്ട് കയറുന്ന കുട്ടികൾക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി. കാരണം ഇത് അത്രത്തോളം ടേസ്റ്റിയാണ്. കാരണം എൻ്റെ വൺ ഓഫ് ദ നോർമൽ റൈസിന്, നമ്മൾ സാധാ ചോറും കറിയും കഴിക്കുന്ന ആ ഒരു ദിവസങ്ങളിൽ നോർമൽ റൈസിൻ്റെ കൂടെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണ് ഈ ഒരു ഒഴിച്ചു കറി എന്ന് പറയുന്നത്. പിന്നെ മുരിങ്ങയ്ക്ക ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് തക്കാളിയും മാത്രം ഇട്ടിട്ടും പ്രോൺസും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഈ ഒരു കറി റെഡിയാക്കാം. അപ്പോൾ അതാ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഞാനിതാ ചോറ് വിളമ്പി അതിനുശേഷം നമ്മുടെ ആ ഒരു തേങ്ങ അരച്ച കറി ഒഴിച്ചു കറി എടുത്തു. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് കോവയ്ക്ക ഫ്രൈ ചെയ്തത്, പിന്നെ ഒരു 1-2 എന്താണ് ഉണക്കമീൻ, പിന്നെ ഒരു വെളമീൻ ഫ്രൈ ചെയ്തത്, പിന്നെ ഒരു പപ്പടം എല്ലാം കൂടെ ചേർത്തിട്ട് അസാധ്യ രുചിയായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നോർമലി കഴിക്കുന്നതിലും ചോറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ വ്യത്യാസം വരാറുണ്ട്. ഇതുപോലെയുള്ള ഇഷ്ടപ്പെട്ട കറികളൊക്കെ എന്താണ് റെഡിയാക്കുന്ന ദിവസങ്ങളിൽ അതിലത്തെ ആ ഒരു ചെമ്മീനുണ്ടല്ലോ, നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ചെമ്മീൻ വെക്കുന്നത്. ആ ഒരു ചെമ്മീനൊക്കെ എടുത്ത് കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ചിലർ അതിലേക്ക് ജീരകം ചേർക്കും. എനിക്ക് അത് ആ ഒരു ചെറുജീരകം ചേർക്കുന്ന ആ ഒരു സ്വാദ് എനിക്ക് അത്ര താല്പര്യമില്ല. ഞാൻ തേങ്ങ ചേർക്കുമ്പോഴത്തേനും അതിലേക്ക് പച്ച തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതെന്ന് പറയുന്നത് എൻ്റെ റെസിപ്പി വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം. ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീറ്റ് അട, ഗോതമ്പ് അട എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ വാട്ടർ ഈറ്റിൻ്റെ ഡേ ആയതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. അല്ലാതെ ഇതിൽ ഞാൻ റെസിപ്പി പറയാനോ അതുപോലെ തന്നെ മറ്റേത് അങ്ങനെ ഞാൻ ചെയ്തതല്ല. അപ്പോൾ ഇതാണ് എൻ്റെ വൈകുന്നേരം ഞാൻ കഴിച്ചത് വീറ്റ് അടയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി അടയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് ഗോതമ്പ് പൊടിയിൽ എണ്ണയില്ലാതെ അതുപോലെ തന്നെ പഞ്ചസാര ഒട്ടുമേ ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത ഹെൽത്തി അട വീറ്റ് അടയാണ്. അപ്പോൾ ഇതാണ് ഞാൻ വൈകുന്നേരം ചായയുടെ കൂടെ റെഡിയാക്കിയത്. അപ്പോൾ വീറ്റട റെഡിയാക്കിയത് ജസ്റ്റ് കിച്ചണിൽ നിന്ന് ഞാനിത് ടേബിളിലേക്ക് കൊണ്ടുവച്ചു. കുറച്ച് ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതലുണ്ട്. കാര്യം എന്ന് വെച്ചാൽ മക്കൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായയുടെ കൂടെ നല്ല ചൂടായിട്ട്, അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നല്ല മെൽറ്റായിട്ട് നമ്മുടെ വായിലേക്ക് ആ ഒരു ശർക്കരയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ഗോതമ്പും തേങ്ങയും ശർക്കരയും അതുപോലെ തന്നെ ആ ഏലക്കയും അതുപോലെ തന്നെ ചെറുജീരകവും എല്ലാം കൂടി ചേർന്നിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു അസാധ്യ ടേസ്റ്റാണ്, ഒരു അസാധ്യ ഒരു ഫ്ലേവറാണ് കേട്ടോ. പിന്നെ ചായയും കൂട്ടിയിട്ട് നമ്മളിതാ ഈ ഒരു അടയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈവനിങ് സ്നാക്കായിട്ട് എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ റെസിപ്പി വീഡിയോയിൽ ഈ ഒരു വീറ്റ് അട ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അതിന് മുന്നേ ഒരു ഉള്ളി മുട്ട ഞാൻ ഷെയർ ചെയ്തു. പിന്നെ ഇന്ന് ഞാൻ ഒരു പഴംപൊരി, ഒരു ഈസി ആയിട്ടുള്ള പഴംപൊരി, അതൊക്കെ എനിക്ക് നിങ്ങൾക്ക് റെസിപ്പി അറിയാത്തത് കൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നതല്ല. എൻ്റെ ഈവനിങ് സ്നാക്കിൻ്റെ ഞാൻ കുക്ക് ചെയ്ത എൻ്റെ റെസിപ്പീസ് ഞാൻ ജസ്റ്റ് നിങ്ങളിലൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവുകയാണെങ്കിൽ ആവട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ചായയും കൂടെ നമ്മുടെ ഗോതമ്പ് അടയുടെ കൂടെ കഴിക്കാനായിട്ട്, നല്ല ചൂട് ഗോതമ്പ് അടയാണേ. അപ്പോൾ ഗോതമ്പ് അടയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ചൂട് ചായയും കൂടെ നമ്മൾ എടുക്കുകയാണ്. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരത്തെ ചായക്കുടി പലഹാരമായിട്ടും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഇതൊരു 1-2 ദിവസമൊക്കെ നമ്മൾ എക്സ്ട്രാ കൂടുതലുണ്ടാക്കിയാലും നമുക്ക് ഫ്രിഡ്ജിലൊരു ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുക്കുവോ പൊരിച്ചെടുക്കുവോ ആവി കയറ്റിയെടുക്കുവോ അതൊക്കെ നമുക്കിപ്പം ഒരു പ്രാവശ്യം നമ്മൾ ചുട്ടെടുത്തു. ഇനിയിപ്പം നെക്സ്റ്റ് നമുക്ക് എക്സ്ട്രീമിലി വേറെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാം, ഓയിലിൽ പൊരിച്ചെടുക്കാം. പിന്നെ വേറെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ ഈ ഒരു സംഭവം തന്നെ നമുക്ക് 3 രുചിയോട് കൂടിയിട്ട് കഴിക്കാം. മനസ്സിലായില്ല? അപ്പം നമ്മൾ എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ ഹെൽത്ത് വൈസ് കുറച്ച് ഗുണം കുറയുന്നേ ഉള്ളൂ, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മളിതാ കുറച്ച് സ്നാക്ക്, കുറച്ച് എന്തെങ്കിലും സ്നാക്കായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മിനി റസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റസ്ക് ഞാൻ വീറ്റടയൊക്കെ വെച്ചിട്ട് ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം പിന്നീട് ഞാൻ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ ഓഫീസൊക്കെ വിട്ടു വന്നപ്പോഴത്തേനും നമുക്ക് എഗ് പപ്സ് കൊണ്ടുവന്നു. അപ്പോൾ എഗ് പപ്സ് കൊണ്ടുവന്നപ്പോഴത്തേനും നമ്മുടെ ഷാർജയിൽ ഡിബ്ബ ബേക്സ് എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ട്, അവിടുന്ന് എഗ് പപ്സ് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പപ്സും കാര്യങ്ങളും ഒക്കെ ടേബിളിലേക്ക് എടുത്ത് വെച്ചു. പിന്നീട് ഇക്കാക്ക് വേണ്ടിയിട്ട് പിന്നീട് വേറെ ചായയും കാര്യങ്ങളൊക്കെ ഇടുമായിരുന്നു പെട്ടെന്ന് വന്നതുകൊണ്ട്. അപ്പോൾ പിന്നീട് ഞാൻ കഴിക്കാൻ എടുത്തത് കുറച്ച് കുറച്ച് ചീസ് ആൻഡ് ഹെർബ്സ് ഫ്ലേവേർഡ് ആയിട്ടുള്ള കുറച്ച് മിനി റസ്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ എഗ് പപ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മൾ ഓരോ എഗ് പപ്സും കൂടി കഴിച്ചു. അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് കിട്ടുന്ന എഗ് പപ്സ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിലുള്ള പപ്സാണ്. അപ്പോൾ കൊണ്ടുവരുമ്പോൾ സാധാരണ നല്ല ചൂടോട് കൂടിയിട്ടാണ് കൊണ്ടുവരാറ്. നല്ല ചൂട് എഗ് പപ്സ്, ഉള്ളിൽ മസാല എന്ന് പറയുന്നത് കുറച്ച് സ്പൈസിയൊക്കെ ആയിട്ട് ഉള്ള ആ ഒരു ഒണിയൻ്റെ ആ ഒരു മസാല ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ചായ കുടിക്കൽ പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ആ പപ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള പപ്സ്. അതിനുശേഷം നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിരുന്നത് കുറച്ച് തേങ്ങാ ചമ്മന്തി, വെള്ള ചമ്മന്തിയാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ് കിട്ടിയോ എന്ന് ചോദിച്ചെങ്കിൽ എനിക്കറിയത്തില്ല. ലുക്ക് വൈസ് അത്ര ഫിനിഷിങ് കിട്ടിയിട്ടില്ല, പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. നമ്മൾ പൊട്ടറ്റോയും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ മസാല ദോശ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ ഡിന്നറിന് വേണ്ടി റെഡിയാക്കിയിരുന്നത്. അതിൻ്റെ കൂടെ വെള്ള കളർ ചട്നിയും. അപ്പോൾ ഓറഞ്ച് കളർ ചട്നിയോ അതുപോലെ തന്നെ സാമ്പാറോ ഒന്നും ഞാൻ റെഡിയാക്കിയില്ല. വൈറ്റ് കളർ ചട്നി വിത്ത് നമ്മുടെ ബീട്രൂട്ട് ക്യാരറ്റ് പൊട്ടറ്റോ ഫിൽഡ് ആ ഒരു മസാലയും കൂടെ ചേർന്നിട്ട് അസാധ്യ ടേസ്റ്റായിരുന്നു. അപ്പോൾ മോൾക്കും സാറയ്ക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ താങ്ക് യു.